ശരിക്കും ഈ കീമാൻ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ടേം ഞാൻ കേട്ടു. എന്താണ് ശരിക്കും കീമാൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത്? നമ്മുടെ നാട്ടിൽ പൊതുവെ കീമാൻ ഇൻഷുറൻസസ് എടുക്കുന്നത് വളരെ കുറവാണ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ ശ്രീരാഗിന് ഒരു വർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ആ വർക്കിൻ്റെ വാല്യൂ 5 crores ആണ്. അപ്പോൾ അതിൽ ശ്രീരാഗിൻ്റെ ഒരു ടോപ്പ് എംപ്ലോയിനെ അതിന് വേണ്ടിയിട്ട് നിയോഗിക്കുകയാണ്. സോ ഹീ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ഓൾ ദാറ്റ് പ്രൊജക്ട് വർക്ക്. ആ പ്രൊജക്ട് വർക്കിൽ നിന്ന് ശ്രീരാഗിന് ഫിനാൻഷ്യൽ ഗെയിൻ വരുന്നത് ഫോർ എക്സാമ്പിൾ 50 lakhs എന്ന് വിചാരിക്കും. നാളെ ഈ പർട്ടിക്കുലർ എംപ്ലോയിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്രൊജക്ട് തന്നെ അവിടെ പെട്ടുപോകാം. ആൻഡ് നമുക്ക് ഫിനാൻഷ്യൽ ഗെയിനും കിട്ടത്തില്ല. ചിലപ്പോൾ ആ കോൺട്രാക്ട് ചിലപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പോകാം. അപ്പോൾ ആ പർട്ടിക്കുലർ പേഴ്സണിനെ ഇൻഷുർ ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ കീമാൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ആ ഇൻഷുറൻസ് ആക്ച്വലി എംപ്ലോയിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, കമ്പനിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. അതായത് ആ പ്രൊജക്റ്റ് നിന്ന് പോവുകയാണ്, ഈ എംപ്ലോയിക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വരികയോ ഡിസബിലിറ്റി വന്ന ആ പ്രൊജക്റ്റ് നിന്ന് പോയി കഴിഞ്ഞാൽ ശ്രീരാഗിന് കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് കീമാൻ ഇൻഷുറൻസ്. അത് എല്ലാ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ എടുക്കേണ്ട ഒരു നല്ലൊരു ഇൻഷുറൻസ് സ്കീം തന്നെയാണത്.